ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജോബ്സ് ഫ്രം സെബി. ഇന്നത്തെ വേക്കൻസി നമുക്ക് വന്നിരിക്കുന്നത് നേഴ്സസിനാണ്. അതും അയർലാൻഡിലേക്കാണ് വിളിച്ചിരിക്കുന്നത്, ഗവൺമെന്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ നോക്കാം. അതിന് എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഉണ്ട്, 3-4 പോയിന്റ്സ് ഉണ്ട്, ശ്രദ്ധിച്ച് കേൾക്കുക. ഫസ്റ്റ് വൺ, ഇതിന് NMBI പിന്നെ ഓർ ഡിസിഷൻ ലെറ്റർ മാൻഡേറ്ററി ആണ്. അതുപോലെ തന്നെ IELTS അല്ലെങ്കിൽ OET ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ സ്കോർ നിങ്ങൾക്ക് വേണം. IELTS ആണെങ്കിൽ ഏതെങ്കിലും ഒരു മൊഡ്യൂളിന് 6.5ഉം ബാക്കി 3 മൊഡ്യൂളിന് 7ഉം വേണം. OET ആണെങ്കിൽ ഒരു മൊഡ്യൂളിന് C+ഉം ബാക്കി എല്ലാ മൊഡ്യൂൾസിനും ബാക്കി 3 മൊഡ്യൂൾസിനും സ്കോർ B എങ്കിലും വേണം കേട്ടോ. ഓക്കെ, അപ്പോൾ പിന്നെ ഇതിന് ആർക്കൊക്കെ പങ്കെടുക്കാൻ പറ്റും, ഇന്റർവ്യൂ ആർക്കൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയാൻ പോകുന്നത് GNM, BSc, പോസ്റ്റ് BSc, MSc ഇൻ നഴ്സിംഗ്, ഈ 4 സെക്ഷനിൽ പെട്ടവർക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിന് മറ്റൊരു ക്രൈറ്റീരിയ കൂടി പറയുന്നുണ്ട്. IELTS അല്ലെങ്കിൽ OET സ്കോറിന് മിനിമം 7 മന്ത് ഓഫ് വാലിഡിറ്റി വേണം. ഓക്കെ, ഈ 4 കാര്യങ്ങൾ മെയിനായിട്ടും നിങ്ങളുടെ കൈകളിലുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്കോറിലുണ്ടെങ്കിൽ, നിങ്ങൾ അതിന് എലിജിബിൾ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്തോ. അപ്ലൈ ചെയ്യാനുള്ള ഫോൺ നമ്പറും ഇമെയിൽ അഡ്രസ്സും എല്ലാ ഡീറ്റെയിൽസും എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ബാക്കി ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഏജൻസി നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഏജൻസി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ അന്വേഷിച്ച് ഓക്കെ വരുത്തിയിട്ടേ ബാക്കി പ്രൊസീഡിങ്സിലേക്ക് കടക്കാൻ പാടുള്ളൂ. ഓക്കെ, പല ഏജൻസികളും നമ്മുടെ നാട്ടിലുണ്ട്. പലരും ഇൻ്റർവ്യൂവും അതുപോലെ തന്നെ എല്ലാ പരിപാടിയും ചെയ്യുന്നവരുണ്ട്. അതിന് ഹിസ്റ്ററി കൂടി അന്വേഷിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. ഓക്കെ, അയർലാൻഡിൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ, അയർലാൻഡിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു കൺട്രിയാണ് അയർലാൻഡ്. OET IELTS ചെയ്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ആരെങ്കിലും നിങ്ങൾക്ക് അറിവിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്ക് അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും നമുക്ക് ഇട്ട് തരണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും കമൻറ്റ് തരുമ്പോഴാണ് നമ്മുടെ പേജിനൊരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അയർലാൻഡ് സ്കോറിന് അയർലാൻഡ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. ബാക്കി എല്ലാം യൂട്യൂബിലുണ്ടാവും. ഓക്കെ, പിന്നെ അയർലാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അയർലാൻഡിൽ ഹെൽത്ത് സെക്ടറൊക്കെ കുറച്ച് നമ്മുടെ നാട്ടിലെ പോലെയല്ല. എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യത്തിനൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും, അപ്പോയിൻമെൻറ്റ് കാര്യങ്ങൾ കിട്ടാനായിട്ട്. അങ്ങനത്തെ കുറച്ച് ഡീമെറിറ്റ്സ് ഉണ്ടെങ്കിൽ പോലും ഹവറിന് ഇത്രയും യൂറോ എന്ന് പറഞ്ഞിട്ടായിരിക്കും അതിന് റേറ്റ് വരാം. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഏജൻസി നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. എല്ലാ ഡീറ്റെയിൽസും യൂട്യൂബിലുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ പുതിയ ആളുകളാണ് നിങ്ങളായിട്ട് ചാനൽ കാണുന്നെങ്കിൽ, അല്ലെങ്കിൽ റീൽ കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും Instagram ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഡെയിലിയുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനിൽ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പുതിയൊരു വേക്കൻസി ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ.